ഇതിപ്പോൾ എന്താ പറയുക, നൗഷാദിന് ഇപ്പോൾ ആകെ കുരുപൊട്ടിയിരിക്കുകയാണ്. സത്യത്തിൽ ഇവരുടെ ഈ കോമാളിത്തരത്തിന് വേണ്ടിക്കൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിക്കൊണ്ട് ഇവർ കള്ളന്മാരാണ്, കള്ളത്തൊരീക്കത്തുകാരാണ്, ഇവർ അംഗീകരിക്കാൻ പറ്റാത്ത ടീമാണ് കുരുവട്ടൂരികളും കൂട്ടരും എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ വാളക്കുള ഉസ്താദ് അരവി സക്കാഫിനെ പോലത്തെ ആളുകളൊക്കെ പാടെ കൂടിയിട്ടൊരു പരിപാടി വെച്ച് ഇവരുടെ എല്ലാ കള്ളത്തരങ്ങളും ഒറ്റ പരിപാടി കൊണ്ട് അങ്ങോട്ട് പിടിച്ചടക്കി പൊട്ടിച്ചാണ് വിട്ടു. സകലം ആകെ മാനം കെടുത്തി. അപ്പം എന്ത് ചെയ്തു, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇവർ കള്ളന്മാരാണ്, കള്ളത്തൊരീക്കത്താണ്, ഇവർ യഥാർത്ഥത്തിലല്ല ഹക്കിൻ്റെ ആളുകളല്ല, ഇവർ വെറും കോപ്രാട്ടിത്തരാണ്, വെറും കോമാളിത്തരം കെട്ടുകയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടു. പിന്നെ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടൊരു കിണ്ടി വെള്ളം എടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇവരിങ്ങനെ ഓരോ സ്ഥലത്തു കൂടി ഈ ഇറച്ചിപ്പരക്ക ഛത്രപ്പട്ടികൾ കുരക്കണ മാതിരി കുരച്ചുകൊണ്ട് എടുക്കുകയാണ്. അതിനൊക്കെ പാടപ്പം നമ്മളിങ്ങനെ മറുപടി അറിഞ്ഞുകൊണ്ട് എടുക്കാൻ നടക്കുന്ന കാര്യമല്ലല്ലോ. പിന്നെ ഇപ്പോൾ യൂട്യൂബർമാർ കുറേ ഇറങ്ങിയിരിക്കണം ഇറങ്ങാണ്ട് ചാകുകയാണ് ഇവന്. നമ്മളെ അങ്ങ് യൂട്യൂബിൽ എനിക്ക് പറയണില്ലേ, ഇച്ചിപ്പോൾ ഈ സ്റ്റേജ് കെട്ടണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ യൂട്യൂബിൽ ഞങ്ങൾ പറയുന്നതിനാണല്ലോ, ഞങ്ങൾ യൂട്യൂബിൽ പറയുന്നതിനാണ് ഇപ്പം സ്റ്റേജ് കെട്ടണത്. അതല്ലാതെ എൻ്റെ തൊള്ളക്ക് ആരാ മറുപടി പറയണത്? വേറെ ഞങ്ങളെ നേതൃത്വം ആരെങ്കിലും മൗലാന പേരോട് ഉസ്താദോ പൊന്മൾ ഉസ്താദോ അതുപോലെ ഖലീൽ തങ്ങളോ കാന്തപുരം ഉസ്താദോ അതല്ലെങ്കിൽ അതിൻ്റെ ചോട്ടാ നേതാക്കൾ ആരെങ്കിലും എനിക്ക് മറുപടി അറിയുന്നുണ്ടോ? പറയില്ല. കാരണം എന്തിന്? അന്നെ ഞങ്ങൾ തുറാബാക്കി വിട്ടു കളഞ്ഞു, പൊടി പടല ഇതാക്കി വിട്ടു തന്നെ ഞങ്ങൾ. പിന്നെ ഞങ്ങളെപ്പോലത്തവർ യൂട്യൂബിൽ ഞങ്ങളിതിങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾ ഇരുന്ന് കാണ്ട് പറയുകയാണ്, ഇത് കേൾക്കണവർക്ക് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ട്. അത് മനസ്സിലാകണമുണ്ട്. പിന്നെ കള്ളത്തൊരീക്കത്തിനെ പിടിച്ചടക്കാൻ വേണ്ടി കൊണ്ട് ചിലപ്പോൾ സൂഫീസം എന്ത് എന്ന് പറയാൻ വേണ്ടി കൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ പറയേണ്ടി വരും. അത് ഞങ്ങൾക്ക് ഒരാൾ പറഞ്ഞു, ഞങ്ങളെ നേതാവ് പേരോട് ഉസ്താദ് ഒരൊറ്റ പരിപാടി നടത്തിയാൽ മതി, ഇനി അതിന് ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നും വേണ്ട. അതിന് ഇനി അവിടെ 40 വട്ടം ചെന്നാട്ടും കാര്യമില്ല, ഞങ്ങൾക്ക് ആ ഒരൊറ്റ പരിപാടി മതി. പേരോട് ഉസ്താദ് ഒരു പ്രസംഗം നടത്തിയാൽ അവിടെ 100 വട്ടം ചെന്നുകാണ്ട് പ്രസംഗിച്ചിട്ട് കാര്യമല്ല നൗഷാദേ. അത് എനിക്കറിയാം, എനിക്കതൊക്കെ അറിയാം. ഇത് മറച്ചു വെക്കാണ്, എനിക്കറിയാം. പിന്നെ എങ്ങനെയും കഞ്ഞുടിച്ച് പോകാൻ വേണ്ടി കൊണ്ട് വേറെ എവിടെയും നിർത്തൂല്ല, പള്ളിക്ക് നിൽക്കാൻ പറ്റൂല, ഒരു മുദരിസായിട്ടും പറ്റൂല, ഒരു കാര്യത്തിനും പറ്റൂല. പിന്നെ ഇപ്പം തന്നെയല്ല പരിപാടി. അപ്പോൾ ഇതിൽ കൂടി എന്തെങ്കിലും ഉണ്ടാക്കുക, അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. ഏതായാലും ആവട്ടെ, ഓൻ്റെ ഒരു സ്റ്റേജ് പരിപാടിയെ സംബന്ധിച്ച് ഓൻ പരാമർശിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. ഇത് മെയിൻ സ്റ്റേജ്, ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പബ്ലിക് ലൈവുള്ള വേദി, അതിലേക്ക് ഉസ്താദ് കടന്നു വരുന്നു. മിണ്ടിയില്ല, പേരോട് ചോദ്യം ചെയ്തു. നമ്മൾ ഉള്ളിൽ വലിയ വിപ്ലവമായി, ഒരുപാട് അശ്വരിമാർ വരെ നമുക്ക് സപ്പോർട്ട് ചെയ്തു. എല്ലാവരും ഉള്ളിൽ വലിയ വിപ്ലവമായി. ചെങ്ങായി എവിടെ ഒരു വിപ്ലവം ഉണ്ടായിട്ടില്ല. ഒരുപാട് അശ്വനിമാർ നമുക്ക് വിളിച്ചു. പാച്ച നോണ പറയാതെ പോട ചെങ്ങായുള്ളൂ. ഒരൊറ്റ അശ്വിനെ എനിക്ക് വിളിച്ചു. മൂക്ക് കീപ്പട്ടായ ഒരു അശ്വിനെ എനിക്ക് വിളിച്ചു വെച്ചെന്ന് പറഞ്ഞ ഒറ്റ അശ്വിന് നോണ പറയാതെ പോകും. അതിനെ നമ്മൾ മധു പറഞ്ഞത് ഇവരുടെ സ്വീകാര്യത കിട്ടാനല്ല, നമ്മുടെ മശായിഖന്മാർ നമുക്ക് പറഞ്ഞു തന്ന വിവരമാണ്. സുലൈമാൻ ഉസ്താദിൻ്റെ നിഷ്കളങ്കതയും ഉസ്താദിൻ്റെ വിനയവും ഉസ്താദിൻ്റെ പാണ്ഡിത്യവും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് ശംസുലുലമക്കും അതുപോലെ ചെറുശ്ശേരി ഉസ്താദിനൊക്കെ ശേഷം പിൻപറ്റാൻ പറ്റിയ ഒരു ആലിമുണ്ടെങ്കിൽ അത് ഉസ്താദാണ് സുലൈമാൻ. പറച്ചോനെ, ശംസുലുലമക്കും ചെറുശ്ശേരി ഉസ്താദിനൊക്കെ ശേഷം പിൻപറ്റാൻ പറ്റിയ ഒരു ആലിമുണ്ടെങ്കിൽ അത് സുലൈമാൻ ഉസ്താദാണ്. അല്ലാഹു അക്ബർ. ഏതായാലും എൻ്റെ തൊള്ളയിട്ട് അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടിയല്ലോ. ഒരുപാട് കാലം കിതാബ് ഓതിത്തന്ന ആ പണ്ഡിതനെ വെറുപ്പിച്ചു കണ്ട് പോയിട്ട് പഠിച്ചോനെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സമസ്ത രണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സുലൈമാൻ ഉസ്താദിനെ കടക്കപ്പായി കുത്തിരുന്ന് കാണ്ട് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി കണ്ട് പോയേച്ച് എന്നിട്ട് ഇപ്പോൾ സുലൈമാൻ ഉസ്താദാണ് പിൻപറ്റാൻ പറ്റിയൊരു പണ്ഡിതനാണ്. അല്ലാഹു അക്ബർ. അതുകൊണ്ടാണ് ഞങ്ങളുടെ നേതാവാക്കിയത് ഞങ്ങളെ. അതുകൊണ്ടല്ലേ ഞങ്ങളുടെ സമസ്തയുടെ പ്രസിഡന്റായിട്ട് സുലൈമാൻ ഉസ്താദിനെ തെരഞ്ഞെടുത്തത്. എന്നാൽ ആ സുലൈമാൻ ഉസ്താദിനെ ഇജ്ജങ്ങനല്ല പറയണത്, ഈ ചില നേരത്ത് വേറെ കോലത്തെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. കൂടി പറയാം. ഇനിയിപ്പോ സുൽത്താനുൽ ഉലമന്റെ കാര്യം ഞാൻ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. സുൽത്താനുൽ ഉലമ എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. അതെഴുതിയിട്ട് അന്നതിക്ക് ചേർക്കൊന്നുമില്ല നൗഷാദേ. അന്നതിക്ക് എങ്ങനെ ആയാലും എടുക്കൂല. ഇനി നമ്മളെ റഈസുൽ ഉലമ
റയീസുലുലമ ഈ അടുത്ത് റയീസുലുലമ നിങ്ങൾ വിളിക്കുന്ന പേര് അത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞതാണ്. കേട്ടില്ല നിങ്ങൾ? ഇവന്റെ കിബിറുകൾ കേട്ടില്ലേ? ഇവന്റെ കിബിർ മനസ്സിലാക്കിയില്ലേന്ന്? റയീസുൽ ഉലമ എന്ന് പറയുന്നത് ആരാണ്? സുലൈമാൻ ഉസ്താദിനെയാണ്. ഇവന്റെ ഉസ്താദാണ് സുലൈമാൻ ഉസ്താദ്. ഈ റയീസുൽ ഉലമ എന്ന് പറയുന്നത് സുലൈമാൻ ഉസ്താദിനെയാണ്. ആ സുലൈമാൻ ഉസ്താദിനെ റയീസുൽ ഉലമ എന്ന് പറഞ്ഞപ്പോ ഇവൻ ആ റയീസുൽ ഉലമ എന്ന് പറഞ്ഞതിന് കാക്കത്തോബ ചെയ്യുന്നു. ഇവൻ തൗബ ചെയ്യാണ്. ഞാൻ റയീസുൽ ഉലമ എന്ന് വിളിച്ചത് എൻ്റെ അടുത്ത് തെറ്റുപറ്റിപ്പോയി, ഞാനത് നിങ്ങൾ പറയുന്നത് പോലെ പറഞ്ഞതാണ്, നിങ്ങൾ പറയുന്നത് പോലെ പറഞ്ഞതാണ്, അതല്ലാതെ എനിക്കങ്ങനെ വിളിക്കാൻ കമ്പുണ്ടായിട്ട് വിളിച്ചതൊന്നുമല്ല. എനിക്കങ്ങനെ വിളിക്കാനാണ് കമ്പമല്ല, ഞാൻ അങ്ങനെ വിളിക്കൂല. പക്ഷേ നിങ്ങൾ വിളിക്കുന്നത് പോലെ ഞാനതൊന്ന് ഹിക്കായത്ത് ചെയ്തു എന്ന് മാത്രം, അതല്ലാതെ റയീസുൽ ഉലമ എന്നൊന്നും വിളിക്കാൻ ഞാനില്ല. ഇതാണ് അവൻ്റെ സുലൈമാൻ ഉസ്താദിനോടുള്ള കമ്പം. കേട്ടില്ല നിങ്ങൾ? ഇതാണ് സുലൈമാൻ ഉസ്താദിനോടുള്ള മഹബത്ത്. ഇവനല്ലെങ്കിൽ ഒരു കിബിറനാണല്ലോ, ഇവനല്ലെങ്കിൽ ഒരു കിബിറൻ. ഇവന്റെ ഷെയ്ഖാരാ കോമാട്ടുചാലിൽ അദ്ദു. കോമാട്ടുചാലിൽ അദ്ദു സ്റ്റേജിക്ക് വന്നപ്പോ കോമാട്ടുചാലിൽ ആരെങ്കിലും ഷെയ്ഖിന്റെ മുന്നിൽ നടക്കുമോ? ആരെങ്കിലും ഷെയ്ഖിന്റെ മുന്നിൽ നടക്കുമോ? എല്ലാവരും ഷെയ്ഖിന്റെ ബാക്കിലല്ലേ ഉണ്ടാകുക? എന്താ എല്ലാവരും കീപ്പട്ടായപ്പോ ഇവന്റെ മാത്രം മേപ്പെട്ട്? അതൊന്ന് നോക്കാണി, ഇനി അതൊന്ന് നോക്കാം നമുക്ക്. മുന്നില് കോമാട്ടുചാലിൽ അദ്ദുവാണ് ബാക്കിൽ. അങ്ങോട്ട് നോക്കി കോമാട്ടുചാലിൽ അദ്ദു ബാക്കിലും നൗഷാദ് മുന്നിലും. അപ്പോ ഷെയ്ഖ് ബാക്കിലും മുരീദ് മുന്നിലും. ഇയാളാ പുതപ്പേര് ചെല്ലണേ, ഷെയ്ഖാ പുതപ്പേര് ചെല്ലണേ. അതായിരിക്കും അതാ ഷെയ്ഖിന്റെ മുന്നിൽ കൂടി അങ്ങോട്ട് പോണ്. ഷെയ്ഖിന് യാതൊരു വിലയില്ല. ആർക്ക്? നൗഷാദിലേക്ക് ഷെയ്ഖിന് യാതൊരു വിലയില്ല. ഷെയ്ഖ് വലിയ പുതപ്പും കമ്പിളി പുതപ്പും താങ്ങി പിടിച്ചിട്ടാ വരുന്നത്. ഷെയ്ഖ് അങ്ങോട്ട് കയറി വരുന്നു. അപ്പോ യഹ്യൽ ബുഖാരി മുന്നിൽ പോയപ്പോ തക്ബീർ കിട്ടാൻ വേണ്ടിക്കൊണ്ട് മറ്റേ നമ്മളെ കുഞ്ഞാമയുടെ തക്ബീരെല്ലാം ഒരുങ്ങി നിൽക്കുക. തക്ബീരെല്ലാം വേണ്ടിയാണ് ഒരുങ്ങി നിൽക്കുമ്പോ യഹ്യൽ ബുഖാരി അങ്ങോട്ട് കയറലോട് കൂടെ നൗഷാദ് ചാടി കയറി കോമാടന്റെ ചെരുപ്പൂര നേരം നോക്കി. അപ്പൊ കോമാടന്റെ മുന്നിൽ പെട്ടു. കോമാടന്റെ മുന്നിലാണ് നൗഷാദ് ഉള്ളത്. നൗഷാദിന്റെ ഷെയ്ഖാണ് കോമാടന്. കോമാടൻ ബാക്കിലാണുള്ളത്. കോമാടൻ വലിയ കംപ്ലീറ്റൊക്കെ വരുന്നുണ്ട്. കംപ്ലീറ്റൊക്കെ വന്നിട്ട് എന്ത് ചെയ്തു? പിന്നെയും നൗഷാദ് എന്ത് ചെയ്തു? കൂത്തി തരക്കിയിട്ട് അപ്പുറത്തേക്കാണ് പോയത്. കൂത്തി തരക്കിയാണ്ടാണ് അപ്പുറത്ത് പോയിരുന്നത്. ഇതാണ് ഓൻ്റെ അതബ്. ഓന എന്നിട്ട് വേറുള്ളവർക്ക് അതബ് പഠിപ്പിച്ചത്. സുലൈമാൻ ഉസ്താദ് സ്റ്റേജിക്ക് വന്നപ്പോ ഉണ്ടായില്ല. സുലൈമാൻ ഉസ്താദ് വന്നപ്പോ അവിടെ തെക്കി എന്തൊക്കെ ഒന്ന് ഇത് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകാണ്ട് ചെങ്ങായെ സുലൈമാൻ ഉസ്താദ് വന്നത് എപ്പോഴാണ്? അസറിന് ശേഷം വന്നിക്കണ്. സുലൈമാൻ ഉസ്താദ് ആ പരിപാടിയുടെ അധ്യക്ഷന്. ആ പരിപാടിയുടെ അധ്യക്ഷന് എന്ന് പറഞ്ഞാൽ ആ പരിപാടിയുടെ അവസാനം വരെ അവിടെ ഉണ്ടാവും. അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അധ്യക്ഷൻ നേരത്തെ കാലത്തെ വരും. നേരത്തെ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനല്ലേ, മനുഷ്യനെ മൂത്രയിക്കാണ്ടാവും, ബാത്റൂമിൽ പോകാണ്ടാവും, നിസ്കരിക്കാണ്ടാവും, ഇങ്ങനെ പല പല പരിപാടികളും ഉണ്ടാവും. ആ പരിപാടികൾക്കൊക്കെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങും ചെയ്യും, കയറും ചെയ്യും, ഇറങ്ങും ചെയ്യും, കയറും ചെയ്യും. അതിനൊക്കെ പാട് അവിടെ ഇനി ആരാണെങ്കിലും തെക്കിബീരല്ലേ കൊണ്ടും ഇതാ വരുന്നത് പറഞ്ഞുകൊണ്ട് ഒത്തിരിക്കാൻ കഴിയുമോ? അപ്പൊ അത് അവരുടെ ഒരു പരിഹസിക്കണ രൂപമായി വരൂലേ, അവരൊരു കളിയാക്കണ രൂപമായി വരൂലേ? അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആദരിക്കേണ്ടതുപോലെ ആദരിച്ചു, ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ച് എല്ലാ അറബികളെയും ഇടയിൽ വെച്ചുകൊണ്ട് എല്ലാ തക്ബീറുകളും മുഴക്കി അറബിയിൽ പറയേണ്ടത് അറബിയിൽ പറഞ്ഞ്, ഹിന്ദിയിൽ പറയേണ്ടത് ഹിന്ദിയിൽ പറഞ്ഞു. അങ്ങനെ തന്നെയാണ് സുലൈമാൻ ഉസ്താദിനെ അവിടെ സ്വീകരിച്ച് ഇരുത്തുകയും സുലൈമാൻ ഉസ്താദിന്റെ പ്രസംഗം നടക്കുകയും ചെയ്ത്. പക്ഷെ അനക്കത് കിട്ടാതിരുന്ന എന്തായാലും ഇഞ്ചി ലൈവും കാത്തുകാണ്ട് കുത്തിരുന്നു. അത് പല്ലിനെ തച്ച വാരിയായി. പല്ലിനെ കണ്ട് തച്ചപ്പോൾ പല്ല് എന്ത് കട്ടി? വാലും കണ്ട് മുറിച്ചിട്ട് വന്നു. അപ്പൊ ഇതന്നെയാണ് പല്ലിച്ചിട്ട് എല്ലാവരും വാലുമ തച്ചു. പല്ലി മേലെ ചെന്നിട്ട് കിങ്കിന്നാണോ രണ്ടു നോലോളി മേപ്പെട്ട് നോക്കുമ്പോൾ പല്ലി മേലെ എത്തിക്കണ് എന്നതുപോലെയാണ് ഇപ്പൊ ഇജ്ജായത്. ഇജ്ജായതിപ്പോ അതാണ്. ഇജ്ജ് ലൈവെന്ന് ശ്രദ്ധിച്ചു. ഞങ്ങൾ ലൈവൊക്കെ റെഡിയാക്കി വന്നപ്പോൾ തന്നെ മഗ്‌രിബിയായി. അതിന്റെ മുന്നുള്ള പരിപാടികൾ കുറേ കഴിഞ്ഞു. ആ സമയത്ത് തന്നെയാണ് സുലൈമാൻ ഉസ്താദിന്റെ പരിപാടി. അതൊക്കെ വീഡിയോ ഉണ്ട്, അതൊക്കെ വീഡിയോ പിടിച്ചിരിക്കണേ. ലൈവ് ഉണ്ടായിട്ടില്ല എന്നുള്ളൂ, വീഡിയോയിൽ അതൊക്കെ ഉണ്ട്. ആ സമയത്ത് ചിലത് പുറത്ത് വിടാൻ പറ്റുന്നതും പറ്റാത്തതും ഒക്കെ ഉണ്ടാവും. പറ്റാത്തതെന്ന് പറഞ്ഞാൽ അറബികൾ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ
ചിലപ്പോൾ അതൊന്നും എല്ലാ വിഷയങ്ങളും ചിലപ്പോൾ പുറത്ത് പറ്റിക്കൊള്ളണം എന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല നിയമങ്ങളും നമ്മൾ പാലിക്കേണ്ടതുണ്ടാവുമല്ലോ. അതിൽപ്പെട്ടതാണ് അതൊക്കെയൊന്ന് മനസ്സിലാക്കിയാൽ മതിച്ച്. ആ സമയത്ത് ഇതങ്ങനല്ലല്ലോ. ഇതിപ്പോൾ എൻ്റെ ഷെയ്ഖിൻ്റെ മുന്നിൽ കൂടി എന്തെപ്പിച്ചാ കാട്ടിയത് ഷെയ്ഖിനെ കുത്തി തിരക്കിക്കാണ്ട് പാഞ്ഞുകാണ്ട് ഷെയ്ഖിൻ്റെ അപ്പുറത്ത് ഷെയ്ഖ് ഇരിക്കാൻ പോണ കസാലയിൽ ഇജ്ജ് മണ്ടിച്ചെന്നിരുന്നപ്പോൾ ഷെയ്ഖ് എന്ത് ചെയ്തു? ആ പുതപ്പും വിരിച്ചുകാണ്ട് നിലത്തനാണ് ഇരുന്നു. അതിനപ്പം ഉണ്ടായത് ഇത് ഞങ്ങൾ കണ്ടതല്ലേ. അപ്പം എൻ്റെ അതബാണത്, എൻ്റെ കോലാണത്. അപ്പം ഷെയ്ഖിൻ്റെ മേലാകാൻ നോക്കുന്നുണ്ട്. കോമാടൻ്റെ മേലെ എനിക്ക് ആകുമൊക്കെ ചെയ്യട്ടോ, അതിൽ യാതൊരു സംശയമൊന്നുമില്ല. കോമാടൻ്റെ ഒരു